എവിടെ വെച്ച് ഞാന്? ഈ കട്ടിലിന്റെ മേലെയാണല്ലോ ഞാൻ വെച്ചത്. അവിടുത്തെ കാണുന്നില്ല, ടേബിളിലും കാണുന്നില്ല, ബാഗിലും ഇല്ല. അത് എവിടെ വെച്ചപ്പോ? മോനെ കളിക്കാനല്ലോ, പഠിക്കാനാ തന്നെ. ആ മോളെ, നീ എന്റെ ഫോണ് കണ്ടോ? അമ്മേന്റെ ഫോൺ ഹേമുന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലോ? അതെന്തിനാ അവന്റെ കയ്യിൽ ഫോൺ കൊടുത്ത്? അതമ്മ, അവന്റെ സ്കൂളിലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിനുവേണ്ടി ടീച്ചർ 1-2 റൈംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്തു കൊടുത്ത. അവൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്, ആ ഫോണൊന്ന് വാങ്ങിച്ചതാ. എനിക്കൊരു കോള് വരാനുണ്ട്. അമ്മയ്ക്ക് ചെറിയമ്മന്റെ കോളിൽ വരാനുള്ളത്. അതൊക്കെ വന്നു. ആണോ? അവളെ വിളിച്ചോ? എന്നിട്ട് എന്ത് പറഞ്ഞു മോളെ? അത് ഞാൻ അറ്റൻഡ് ചെയ്തില്ലമ്മ, ഞാൻ കോള് കട്ട് ചെയ്തു. അവൻ പഠിച്ചോണ്ടിരിക്കല്ലേ. നല്ല ആളാ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അവള് വിളിക്കുമ്പോ ഇത്ര നേരം ഞാൻ കാത്തിരുന്നതാ. ഇത്ര നേരം വിളിക്കാതെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഫോൺ ഇവിടെ മുഴുവനും തെരഞ്ഞു. നിന്റെ ഫോണില്ലേ, അല്ലെ അവന്റെ ഫോണില്ലേ? അതെടുത്ത് കൊടുത്തൂടെ? ഇതെന്തിനാ എപ്പോ നോക്കുമ്പോൾ നിങ്ങൾ എന്റെ ഫോൺ കൊടുത്ത് നടക്കുന്നത്? ഞാൻ ഒരാളിനെ വിളിക്കാൻ പറഞ്ഞ് നോക്കി എവിടെ നോക്കിയാലും എന്റെ ഫോൺ കാണില്ല. അത് അമ്മ, അവൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും തന്നെ. ഓരോന്ന് കഴിച്ചുകൊണ്ടൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡ് കഴിച്ച് കൈ കൊണ്ട് തന്നെ സ്ക്രോൾ ചെയ്ത് നിൽക്കും. അതൊന്നും ചെയ്യുമ്പോഴത്തേക്കും ഫോൺ മുഴുവൻ അഴുക്കാക്കിയിട്ടായിരിക്കും തിരിച്ചു തരിക. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്ത. അപ്പൊ എന്റെ ഫോണിൽ ഇതൊന്നും ആവില്ല. നീ തൽക്കാലം ഫോൺ നിങ്ങോട്ട് വാങ്ങിയിട്ട് വാ, ഞാൻ വിളിച്ചിട്ട് വേണമെങ്കിൽ തരാം. എന്താ അമ്മ ഇത്? മോനോട് പ്രാക്ടീസ് ചെയ്യട്ടെ. അതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് കലവിലാന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. അമ്മയ്ക്ക് ഇപ്പൊ വലിയ ഇമ്പോർട്ടന്റ് കോളൊന്നും വരാനല്ലോ. ഇത്രയും തിരക്ക് പിടിച്ച് വിളിച്ചിട്ടേ വല്ല സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടോ? ആ ചെറിയമ്മേനെ വിളിക്കാനല്ലേ, അല്ലാണ്ട് വേറെ ആരല്ലല്ലോ. എന്നിട്ട് ഈ വീട്ടിൽ 2-3 വിശേഷം പറയും, അത്രയല്ലേ ഉള്ളൂ. തൽക്കാലേ അവനോട് പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാൻ വാ. അതല്ല മോനെ, എനിക്ക് അവളെ വിളിച്ചൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ. അല്ല ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഫോൺ തരും. എന്നിട്ട് വേണം എന്റെ ഫോണിൽ നിന്ന് ചെറുമേനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് 1/2 മണിക്കൂർ സംസാരിച്ചോണ്ടിരിക്കാൻ. അമ്മേ, എനിക്ക് വേറെ പണിയുണ്ട്. എന്താ മോനെ? ഓ, അതവിടെ കിടക്കട്ടെ, അമ്മ എടുത്തു വെച്ചോളൂ. ഇത് എവിടെ വെച്ചതാ? കാണുന്നില്ലല്ലോ. തൽക്കാലത്തില് നോക്കാം. ഇതെവിടെ പോയി? ഇത് വേണ്ട, മാച്ചല്ല. അതല്ലല്ലോ. ആ, കിട്ടി. ഇത് മതി. നീ എന്ത് ചെയ്യാ മോളെ ഇവിടെ? ആ ഷെൽഫിൽ തുണി മുഴുവനും വലിച്ചിട്ട് നീ അവിടെ എന്ത് തരയാ? ഞാൻ ഈ ബ്ലൗസ് പീസ് തന്നോടിരുന്നേ. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അതില് ഡ്രസ് കോഡിനെ ഈ ബ്ലൗസ് പീസാ മാച്ച് ആകുക. അതിന് എന്റെ ഈ ബ്ലൗസ് പീസുള്ള നീ എങ്ങനെയുണ്ട്? അതെനിക്കറിയാം. അന്ന് ഞാൻ ഷെൽഫിൽ നോക്കിയപ്പോ കണ്ടതാ. എന്നാൽ നിനക്ക് എന്നോട് ചോദിച്ചൂടെ മോളെ? ഞാൻ എടുത്തു തരില്ലേ? നീ ഇത്രയും ഡ്രസ്സ് പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് ഇട്ടു. നീ ഇതൊക്കെ മടക്കി തിരിച്ചു വെക്കണ്ടേ? അത് ഞാൻ നോക്കിയപ്പോഴേ അമ്മ അടുക്കളയിൽ പണിയിലായിരുന്നു. പിന്നെ അമ്മന് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു ഞാൻ തന്നെ കയറിയതാ. വേറെ എന്തെങ്കിലും വേണം മോളെ നിനക്ക്? അത് നിനക്ക് എന്റെ ബ്ലൗസ് പീസ് അല്ലേ വേണ്ടിയുള്ളൂ? ഇതെന്താ പാസ്ബുക്ക് വലിച്ചിട്ടിരിക്കുന്നത്? അത് അമ്മ വെറുതെ നോക്കിയതാ. 10,000-20,000 രൂപ ഉണ്ടല്ലോ അക്കൗണ്ടില്. എന്റെ പൊന്നു മോളെ, ആ 2000 പെണ്ണുങ്ങളോട് കുറി ചേർന്നിട്ട് കുറി വട്ടുകൊത്തിയപ്പോ ആ പെണ്ണുങ്ങൾ നേരിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതാ. അവൻ വളപണിമിച്ച് എത്രയും 1 വർഷം കഴിഞ്ഞില്ലേ, എടുത്തു തരുന്നുണ്ടോ? അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞാൻ പോവുക. ഞാൻ ഇതിനെ അവനെ കൊണ്ട് പറയണ്ട, ഈ പൈസയും കൊണ്ടുപോകും. ഏയ്, ഞാൻ പറയൊന്നുമില്ല. അമ്മ ഇതൊക്കെ മടക്കി വെക്കില്ലേ? ഞാൻ ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റില്ല. ഒക്കെ തപ്പി എടുത്ത് കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിഞ്ഞു വെക്കണം. ഓ, നിനക്കൊക്കെ മടക്കി വെക്കണെങ്കിലോ. സുഹിത്ത, നീയോ? ആ, ദിനോട്ടാ, അതൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അതാ ഞാൻ നേരിട്ട് വന്നത്. എന്താടാ? അത് വേറൊന്നുമല്ല, ദിനോട്ട അടുത്ത് ഒരു 5,000 രൂപ ഉണ്ടാവും. എടാ, അതിപ്പോ കയ്യില് ക്യാഷ് ആയിട്ടൊന്നും എടുക്കാനില്ല. ഇല്ല, ക്യാഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. അത്രയ്ക്ക് അത്യാവശ്യത. എടാ, അതിപ്പോ മറ്റന്നാൾ എന്തായാലും ഞാൻ തിരിച്ചു തരും. എന്നാലേ നീ ഒരു 2 മിനിറ്റ് ഇരിക്കും, ഞാനിപ്പോ വരാം. നീ നേരത്തെ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഹേവ് മോൻ എന്താ പഠിക്കാൻ എന്തുണ്ട് പറഞ്ഞിട്ട് ഫോൺ ഇത്ര നേരം അവന്റെ കയ്യിലായിരുന്നു. ഇപ്പോഴാ ഒന്ന് എനിക്ക് കിട്ടിയത്.
ആ ഞാൻ അത് അമ്മേ, പറ- ആ ഫോണൊന്നും തന്നെ. മോനെ ചെറിയമ്മയാ ഇപ്പൊ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അതൊന്നും സാരല്ല, ചെറിയമ്മല്ലേ. അവൻ ഫോണും തന്നെ, എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്. എന്താ മോനെ കാര്യ? അതൊക്കെ ഉണ്ട്, അവൻ ഫോണും തന്നെ. എടാ, നിന്നെ സാധാരണ വിളിക്കുന്ന നമ്പറിലേക്ക് അയച്ചോ പോരെ പൈസ? ആ അത് മതി, അതിലേക്ക് അയച്ചാ മതി. എടാ വന്ന് നോക്ക്. ആ കിട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റന്നാളെ ഈ നമ്പറിലേക്ക് ഞാൻ തിരിച്ചയക്കാട്ടോ. വേണ്ട വേണ്ട, ഇത് അമ്മേന്റെ നമ്പറാ, നീ എന്റെ നമ്പറിലേക്ക് അയച്ചാൽ മതി. ആ ആയിക്കോട്ടെ. എന്തായാലും താങ്ക് യു ദിനേട്ടാ. ശരി. നീ എന്ത് പണിയാ മോനെ ചെയ്തത്? എന്റെ മൊബൈലിലാണ് ആ കുട്ടിക്ക് പൈസ കൊടുക്കുന്നത്. അവനെന്തോ അത്യാവശ്യമുള്ളതുണ്ടെന്ന് ചോദിച്ചതാ, അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തേ. അല്ല ഞാൻ കൊടുക്കൂ? എടാ ഞാനിത് വേറെ കാര്യത്തിന് വെച്ച പൈസയാ. നിന്റെ കയ്യിലില്ലേ പൈസ? അത് കൊടുത്താ പോരെ. ഞാൻ എന്തെങ്കിലും ഇത്തിരി എടുത്തു വെക്കുമ്പോഴേക്കും അത് എടുത്ത് ചെലവാക്കും. അമ്മയ്ക്ക് എന്തിന്റെ കേടമേ? അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് ചെലവാടുള്ളത്? കുറച്ച് മരുന്ന് വാങ്ങണം, വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം. അല്ലെങ്കിലും അമ്മേന്റെ ഈ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ അയക്കുന്നതിന് അമ്മയ്ക്ക് എന്താ അത്ര വിഷമം? ഞാൻ തരുന്ന പൈസ തന്നെയല്ലേ, അല്ലാണ്ട് അമ്മ അധ്വാനിച്ച് ഉണ്ടാക്കുന്നൊന്നുമല്ലല്ലോ. ഇതെന്താ അമ്മ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? അമ്മ എന്താ അമ്മ ഇവിടെ ചെയ്യുന്നത്? മോളെ, നീ അന്ന് എന്നോടൊരു മരുന്ന് വാങ്ങിച്ചില്ലേ, അതിന്റെ കാലിലിരുന്നതാ. അതെവിടെ വെച്ച്? അതിനമ്മ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ എടുത്തു തരില്ലേ? റൂമിൽ കയറി വന്ന് തരാൻ നിൽക്കണോ? ഞാൻ നിന്നെ നോക്കിയപ്പോ അവിടെ കണ്ടില്ല. എനിക്കാണ് നല്ല കാലുവേദന, അത് കാരണം വന്ന് നോക്കിയതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മ. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുള്ളതെന്ന് അറിയോ ഇവിടെ? അമ്മ വന്ന് തെരഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എനിക്ക് നല്ല പണിയല്ലേ, അവനൊന്ന് കണ്ടുപിടിക്കാനും തരാനും ഒക്കെ. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മ അങ്ങോട്ട് പോയിക്കോ, ഞാൻ തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരാം. ഓ തെരയാൻ വന്നിരിക്കുന്ന, എന്നാലും മക്കളെ ബെഡ്റൂമിലേക്ക് നേരിട്ട് തന്നെ കയറി വരാം. ഈ അമ്മയ്ക്ക് എന്തൊരു ബോധമില്ലേ? ഈ സാധ്യത എവിടെ വെച്ചു? തൽക്കാലം ഇത് കൊണ്ട് കൊടുക്കും. അമ്മേ, അമ്മ തൽക്കാലം എന്താ ഇത് ഉപയോഗിച്ചോ. ഇതല്ലല്ലോ മോളെ ഞാൻ തന്ന മരുന്ന്, വേറെ അല്ലേ? അതോ, അതെനിക്ക് ഓർമ്മയില്ല മേ, ഞാൻ എവിടെ വെച്ച് നിന്നത്. ചിലപ്പോ കുഞ്ഞെഴുതിട്ട് എവിടെയെങ്കിലും ഇട്ടുണ്ടാവും. ഇനിയിപ്പോ അത് തരാൻ നിന്നിട്ടൊന്നും കാര്യമില്ല, അതൊന്നും കാണൂല. അമ്മ തൽക്കാലം എന്താ ഇതെടുത്ത് ഉപയോഗിച്ചോ. ആ മരുന്ന് നല്ലതായിരുന്നു. നീ തൽക്കാലം ഇത് നോക്കട്ടെ. ആ അമ്മേനെ കൈ ഒന്ന് കാണിച്ചേ. അമ്മയ്ക്ക് വേണ്ട ഞാൻ തരാം. അതെ അമ്മേനെ തന്നിട്ട് അമ്മ എവിടെയെങ്കിലും ഇട്ടുണ്ടെങ്കിൽ പിന്നെ കാണില്ല. ഏട്ടൻ വാങ്ങിക്കൊണ്ടോ, നല്ല വിലയുള്ളത്. കാണിച്ചമ്മ, കൈ കാണിച്ചമ്മ. പിന്നെ വേണമെങ്കിൽ ചോദിച്ചാൽ മതിയേ, റൂമിൽ കയറി എടുക്കാൻ നിൽക്കരുതമ്മ, ഞാൻ കൊണ്ടുവന്ന് തരാം. എന്തൊരു കഷ്ടാ നോക്കണേ, ഷെൽഫും ഡ്രോയും ഒന്നും ഇവിടെ തുറന്നിടാൻ പറ്റില്ല. ഇതിനൊക്കെ കീ എവിടെ പോയി? ആദ്യം തന്നെ ലോക്ക് അങ്ങനെ അവിടെ വെക്കാൻ പറ്റുന്നത്. എന്ത് പ്രൈവസിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് കണ്ടോ, ഞാനൊരു പൊട്ടത്തി ഇതൊക്കെ തുറന്നിട്ട് നമ്മൾ പോകും. എനിക്കറിയാം അമ്മ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തരുന്നുള്ളത്. ഇന്ന് അത് തരണം, നാളെ ഷെൽഫ് വന്ന് തരണിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അവരെ ഡോറും അടച്ചായിട്ട് പുറത്തേക്ക് പോകുമ്പോ. ഹേബു, പഠിക്കാൻ റെഡി ആയിക്കോട്ടോ. ഇതെന്ത് പറ്റി? ഇതാരെങ്ങനെയൊക്കെ ചെയ്ത? ഏട്ടാ ഇതൊന്ന് നോക്കിയേ. എന്ത് പറ്റി നോക്കട്ടെ. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല, ഒന്ന് നോക്ക്. ഇത് ഓപ്പൺ ആവുന്നില്ല. കുഞ്ഞിന് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇതാരും ഇതിൽ പാസ്വേഡ് സെറ്റ് ചെയ്തത്? പാസ്വേഡ് ഇട്ടോ? ആ ഇതാ ഇതിൽ പാസ്വേഡ്. അതാണല്ലേ, അമ്മയ്ക്ക് അറിയില്ലല്ലോ പക്ഷെ പാസ്വേഡ് ആണ്. പിന്നെ ആര് ചെയ്ത് കൊടുത്ത? ആർക്കറിയാ, നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന ഫോണല്ലേ, ഇതിൽ പാസ്വേഡ് ഇടേണ്ട വല്ല കാര്യമുണ്ടോ?
ഇന്നലെ മേമേന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ അവളോട് എങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, ചോദിച്ചു നോക്കട്ടെ. അമ്മേ, ഒന്നിങ്ങോട്ട് വാ. എന്താ മോനെ? അമ്മ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ മായ വന്നില്ലേ, അവളോട് ഞാൻ പറഞ്ഞതാ. എന്താ അമ്മ ഇത്? എന്താ ഞങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ? കഷ്ടം, ഒരു കുടുംബല്ലമ്മ ഇത്. അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ എടുത്തു വിചാരിച്ചിട്ട് എന്താ കുഴപ്പമില്ലേ? നിങ്ങൾ രണ്ടാളും ഈ കുടുംബത്തിനല്ലേ മക്കളെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഫോണൊക്കെ ലോക്കല്ലേ? എനിക്ക് ഒരു നേരം എന്റെ മൊബൈൽ ചാർജിലാ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫോണിൽ വിളിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കെന്തുകൊണ്ട് ലോക്കാക്കിക്കൂടാ? അത് വേറൊന്നും അല്ല മോനെ. ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുമ്പോഴേ ഒരാൾ വന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഒരാൾ വന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് പോകണോ, എന്റെ ആവശ്യത്തിലോട്ട് വിളിക്കാൻ കിട്ടുന്നില്ല. വെറുതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട്. അമ്മ നമ്പർ പറഞ്ഞേ, കുഞ്ഞിന് ഫോൺ കൊടുക്കണം, അവനെന്താ പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന്. അത് നമ്പറൊന്നും അല്ല മോനെ, എന്റെ ഫേസ് ലോക്കാ. ഫേസ് ലോക്കോ? അമ്മ എന്താ ഈ പറയുന്നത്? കുഞ്ഞിന് റൈം പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളതാ. അപ്പൊ ഓരോ സമയം ഓഫ് ആകുമ്പോ ഞാൻ അമ്മേന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് അൺലോക്ക് ചെയ്ത് കൊണ്ടുപോകണോ? എന്തൊരു കഷ്ടാണിത്. അത് എന്റെ ഫോൺ എന്തെടുത്ത് കുട്ടിക്ക് കൊടുക്കണേ? നിങ്ങൾ രണ്ടാളുടെ ഫോണില്ലേ, അതെടുത്ത് കൊടുക്ക്. ഏത് നേരവും കുഞ്ഞിന്റെ കയ്യിൽ ഈ ഫോൺ കൊടുക്കും. ചോറ് കഴിക്കുമ്പോഴാ ഫോൺ കൊടുക്കും. ഉള്ള ഭക്ഷണവും മഞ്ഞളും അതും ഇതൊക്കെ ആക്കി ആ ടേബിളിന്റെ മേലെ കൊണ്ട് ഇട്ടിട്ട് പോകും. നിങ്ങൾ രണ്ടാളുടെ ഫോൺ സൂക്ഷിച്ചു വെക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. നീ ഫോൺ അവനെ കൊണ്ട് വാങ്ങിക്കട്ടോ. ഞങ്ങളുടെ കുറിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ കുറച്ച് വൈകും വരെ. അമ്മ എന്ത് പൊട്ടത്തരമേ കാണിക്കുന്നത്? ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങളെന്താ ഇവിടെ കള്ളന്മാരാണ് ഇരിക്കുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് കാണിക്കുന്നത്. അല്ല മോളെ, നീ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേ നിന്റെ റൂം ലോക്കാക്കിട്ടല്ലേ പോകുന്നത്? അത് പുറത്തുമ്പോ ഞാനും ലോക്ക് ചെയ്തിട്ടാ പോവാറ്. അപ്പൊ അതെന്താ, ബാക്കിയുള്ളവർക്കൂടെ കള്ളന്മാരായിട്ടാ? അപ്പൊ നിങ്ങളുടെ റൂമിന് മാത്രം അടച്ചുറപ്പും പ്രൈവസി എല്ലാം വേണം. അതിനുള്ളിൽ ഒരാൾക്കും കയറാൻ പറ്റില്ല. എന്തിനധികം പറഞ്ഞ് ഞാൻ പോലെ അതിനുള്ളിൽ കാല് കുത്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മക്കളെ എന്റെ റൂമില്. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അതൊക്കെ കയറി വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അടുക്കി വെക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊന്നും. അത് കാരണം ഞാൻ പൂട്ടിയതേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ സ്ഥിരാക്കില്ലെന്ന് ആരും കണ്ടു. നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിന്റെ അകത്ത് കയറി എടുക്കുക? അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ വന്നിട്ട് ചോദിച്ചോ, ഞാൻ എടുത്തു തരാം. പക്ഷെ അതുപോലെ തന്നെ തിരിച്ചും തരണം കേട്ടോ. പ്രൈവസി നിങ്ങൾക്ക് മാത്രം പോരാലോ, എനിക്കും വേണ്ടേ? അത് കേട്ടാ